പടത്തിൻ്റെ ക്ലൈമാക്സ് പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. ഇച്ചിരി കൂടെ ഇതാവുക, ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കാവോ, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നുള്ളതിൽ വന്ന ആ ഒരു ഹൈപ്പ് അവസാനം എൻഡിങ്ങിലേക്ക് വന്നപ്പോൾ കിട്ടിയില്ല എന്നൊരു ഇത് കോമൺലി വന്നൊരു ഇതായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു എൻഡിങ്. ഫീൽ ഗുഡ് ആയിട്ട് നിർത്തിയതാ. നമ്മൾ ഒരു ക്യാമ്പസാണ് പടം, അൾട്ടിമേറ്റ്ലി ക്യാമ്പസാണ് പടം. ക്യാമ്പസിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വലിയ കൊമേഴ്ഷ്യൽ പടം ചെയ്യണ പോലെ നമ്മൾ വലിയ, ഞാൻ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഒരു ബ്രൂട്ടൽ പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും വർക്കാവില്ല. അത് വർക്കാവില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ച് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നതാണ് ഈ ക്യാമ്പസിലുള്ള ഒരുപാട് സംഭവങ്ങൾ. ആ ക്യാമ്പസിൽ നടന്ന സാധനങ്ങൾ നമ്മൾ ഇൻസിഡൻസ് ആണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കണക്റ്റാണ് പരിപാടിയാണ്. അപ്പോൾ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ വലിയ ട്വിസ്റ്റൊക്കെ ഇട്ടിട്ട് അവിടെ വലിയ പരിപാടി ആക്കണേക്കാളും ബെറ്റർ വളരെ സിമ്പിളായിട്ട് എന്താണോ നോർമലി ലൈഫിൽ നടക്കുന്നത് അതുപോലെ ഒരു ഫീൽ ഗുഡായിട്ട് നിർത്തിയതാണ്. നല്ലൊരു ക്രൂവിൻ്റെ കൂടെ നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിലുപരി എനിക്ക് നന്ദി പറയാനുള്ളത് ഓഡിയൻസിൻ്റെ അടുത്താണ്. കാരണം നമുക്കെതിരെ ഇത്രയും നെഗറ്റീവ്ലി വരുന്ന സമയത്ത് പോലും ഹൗസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ അവർ പോയി പടം കാണുന്ന ഓഡിയൻസിന് ഒത്തിരി നന്ദി. അതുപോലെ പടം കണ്ടവരാരും ഇതുവരെ നമുക്ക് കുറ്റമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു വാഗ്ദാനങ്ങളും ഇല്ലാതെയാണ് ഈ സിനിമ കൊണ്ടുവന്നത്. അത് അതുപോലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മെസ്സേജസ് വരുന്നത് കണ്ടവരാരും ഇതുവരെ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുന്നവരെ നമ്മൾ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് കാണുന്നത്. കാര്യം എന്നാലാണ് നമുക്ക് ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതെന്താ പോരായ്മകൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പടം കാണാതെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ സങ്കടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കണ്ട് എന്താണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയുവാണെങ്കിൽ അതാണ് സന്തോഷം തരുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് സിനിമയിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടി സർവൈവ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. അതിന് ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടം യുവാക്കൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഇപ്പോൾ കോളേജ് സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോണ്ടിങ് ആ രീതിയിലാണ്. നമ്മൾ സിനിമ കണ്ട് സിനിമയ്ക്ക് പോരായ്മകൾ ഉണ്ടാവാം, പക്ഷേ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു ഈ സിനിമയിൽ. ഈ സിനിമയുടെ ഔട്ടിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ ആദ്യമേ വന്നിരുന്നു. നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഈ പറയുന്ന നെഗറ്റീവ് റിവ്യൂസ് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററുകളിലും മറ്റും പോകുമ്പോൾ അവിടെ നല്ല അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് വളരെ ജെനുവിനായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഈ മീഡിയ സുഹൃത്തുക്കളാണെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും പറ്റുന്ന പോലെ സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇപ്പം നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം തന്നെയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് എല്ലാവർക്കും അറിയിച്ച് ഞങ്ങളെ കുറച്ച് പടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ മാത്രം നിങ്ങൾക്ക് ന്യൂ ഫേസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ ബാക്കിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാർ അഭിയണ്ണനായാലും ഗോപി സുന്ദർ സാറായാലും നമുക്ക് എല്ലാ വലിയ ടെക്നീഷ്യന്മാരാണ് ഞങ്ങൾ ബാക്കിൽ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി പടം കാണണം. ഒരു സിനിമ ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ മാത്രമല്ലായിരുന്നു ഞങ്ങൾ മൊത്തത്തിലുള്ളത്. കാരണം ശരിക്കും ഒരു കോളേജിൽ പോകുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഒരു പടം പെർഫെക്റ്റ്ലി ആയിട്ട് ഒരു പടമില്ല, പക്ഷേ ഒരു പടം ഡിസർവ് ചെയ്യണ ഇതിൻ്റെ അപ്പുറം നെഗറ്റിവിറ്റി, ഫോഴ്സ്ഡ് നെഗറ്റിവിറ്റി എന്തായാലും ഈ പടം ഡിസർവ് ചെയ്യണുള്ളത്. അപ്പോൾ പടം കാണാത്തൊരു റിവ്യൂ പറയുന്നത് കുറച്ച് മോശം പരിപാടിയാണ്. പടം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പടം കണ്ടതിന് ശേഷം മാത്രം റിവ്യൂ പറയാം. എൻ്റെ പേര് ഷമ്യ. എൻ്റെ ആദ്യ പടമാണ് ഡർബി. അപ്പോൾ അതിൽ സജിലക്കാൻ്റെ അടുത്താണ് നന്ദി പറയാനുള്ളത്, എന്നെ ഇതിൽ സെലക്ട് ചെയ്തതിന്. ഇതിലൊരു ചെറിയൊരു കഥാപാത്രം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡർബി അക്സെപ്റ്റ് ചെയ്ത ഓഡിയൻസിൻ്റെ അടുത്തും എല്ലാം നന്ദി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സിനിമ കാണണം. ഞാൻ പഠിച്ച ക്യാമ്പസ് തന്നെയാണ് മമ്പാട്. അപ്പോൾ അവിടെ ഷൂട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്കും വീണ്ടും ആ ക്യാമ്പസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മുടെ സിനിമ വഴി. അപ്പോൾ സിനിമ കാണുന്ന സമയത്തും ഞാൻ ആ ഒരു കോളേജ് മൊമെൻറ്റ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ വളരെ നന്ദിയുണ്ട്. പിന്നെ മാക്സിമം എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടവരെല്ലാം പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. പിന്നെ അധികം തിയേറ്റേഴ്സിൽ ചെല്ലുമ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഫുള്ളായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ തിയേറ്റേഴ്സിൽ എത്തും. അപ്പോൾ താങ്ക് യു. ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. അതായത്
കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, കോളേജ് പഠിച്ചിറങ്ങിയവർക്ക്, കോളേജ് മിസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രണയവും കലഹങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ്. എല്ലാ രീതിയിലും നല്ല എന്താണോ 3 വർഷ കാലഘട്ടത്തിൽ നടന്നു പോകുന്നത് അതെല്ലാം ഞങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിറങ്ങുന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടമാവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ റിവ്യൂസ് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതെന്താണോ പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ പോയിട്ട് കാണുക, സത്യസന്ധമായിട്ടുള്ള റിവ്യൂകൾ മാത്രം ഇടുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമ്മൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. സ്ട്രഗിളും ചെയ്തിട്ടില്ല ഞാൻ. അല്ല, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എന്താണ് ഇത്ര കഷ്ടപ്പാട്? അല്ലെങ്കിൽ ഒരു നടനാവാൻ, ഇഷ്ടമുള്ള കാര്യം കണ്ടെത്തി അതിലേക്ക് എത്താനാ കഷ്ടപ്പാട്. അതെ, അപ്പോൾ ഒരു നടനാവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് പിന്നീട് നടനായത്. പക്ഷെ ഇപ്പം ഡർബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ന്യൂ കമേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പുതിയ ജനറേഷൻ. അപ്പോൾ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഷൈൻ ചേട്ടൻ കഷ്ടപ്പെട്ടതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇനിയുള്ള ജനറേഷന് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ ജനറേഷനും ഈ ഡേ നൈറ്റ് തന്നെയല്ലേ, രാവിലെയാവും രാത്രിയാവും അല്ലേ? എല്ലാവരും 1 വയസ്സ് മുതൽ 1 by 1 ആയിട്ട് 10, 20, 15 അങ്ങനെയല്ലേ പോണ. എല്ലാവരും അതാത് വയസ്സിൽ അതാത് ദിവസങ്ങളിൽ എല്ലാവരും ഒരേ കഷ്ടപ്പാട് തന്നെയാണ് നടത്തണം അല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് കഷ്ടപ്പാട് മാറുമോ? ജനിച്ച കൊച്ച് ജനിച്ച കൊച്ചും അതേ ദിവസം അതേപോലെ തന്നെയല്ലേ പെരുമാറണത്? അല്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ABCD ചൊല്ലും എല്ലാവരും അമ്മ എന്നൊക്കെ അറിയണം. അത് കഴിഞ്ഞാൽ അവർ ഞെരങ്ങും, പിന്നെ മുട്ടുമ്പോൾ അഴയും, പിന്നെ അല്ലേ? ഡിജിറ്റൽ ഇന്ത്യ. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അത് പോട്ടെ, ഞാൻ പറയാം. ഇപ്പൊ ഡർബിയിലേക്ക് വരുവാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഡർബിയിൽ മാത്രമല്ല, ഒരുപാട് മലയാള സിനിമയിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം നിലവിലുള്ള മലയാളത്തിലെ ആക്ടേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സ് ഒരു വെല്ലുവിളിയാണ്. അവര് ഞങ്ങളെ കൂടി പ്രചോദിപ്പിക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര ശോകമുഖമായി. നമ്മുടെ വീഡിയോ തന്നെ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ ഇങ്ങനെ കാണുന്ന വീഡിയോ കണ്ട് നമ്മൾ തന്നെ മുരടിച്ചു പോകും. ആക്ച്വലി പുതിയ ഇൻഫ്ലുവൻസും പുതിയ ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും വർണ്ണാഭമാവുന്നതും ഇത്രയും എനർജറ്റിക് ആവുന്നതും. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സത്യമായിട്ടും ഇത് വായനോട്ടം പറയാ. അല്ല ഇത് പറയാനാ. കാരണം ഈ പറഞ്ഞ ഞാനാണെങ്കിൽ എല്ലാവരും ഈ പല വീഡിയോസ്, ഈ ആക്ടിങ് വീഡിയോസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വീഡിയോ ഇടുന്നത് സിനിമയിൽ വരാനായിട്ട് തന്നെയാണ്. പണ്ട് മിമിക്രി നാടകങ്ങൾ വഴി സിനിമയിൽ വന്നു. അതെ, ഇപ്പം ഇതേ പോലെ വീഡിയോ ഇട്ട് എങ്ങനെയും സിനിമ കഷ്ടപ്പാടെന്നറിയോ? മൊബൈലുള്ള എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. അതാണ് നമ്മുടെ കഷ്ടപ്പാട്. പണ്ട് യുവജനോത്സവത്തിൽ മിമിക്രി മോണാക്ടൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ ജില്ലയിൽ, സംസ്ഥാനത്തുമ്പോൾ ഒരാൾ. ഇതിപ്പോ എല്ലാ വീട്ടിൽ നിന്നും ഒരു 5 ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് ചുരുങ്ങി. അതിൽ നിന്ന് ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ഇടുക, സിനിമയിൽ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് ബ്രോ. കാരണം അതിന് കഷ്ടപ്പാട് ആണോന്നോ? പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടാ? സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവണം എങ്കിലും എന്താ ഇപ്പൊ സൊസൈറ്റിയുടെ ഒരു പ്രതിച്ഛയിൽ അല്ലാതെ ഒരു രാവിലെ മുതൽ ഉച്ച വിളിക്കും അവനും എടുക്കും ഷൂട്ടിങ്. ഇൻഫ്ലുവൻസ്ഡ് അല്ലാത്ത താല്പര്യമില്ലാത്ത ഒരാളങ്ങ് ഈ ലൊക്കേഷനിൽ പോയി നോക്കിയിട്ടുണ്ടോ? ക്ഷമ അങ്ങോട്ട് കെട്ടുപോകും 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഷൂട്ട് അവൻ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനു വേണ്ടിയിട്ട് തന്നെ വന്നവരാ. മനസ്സിലായ? എല്ലാം ഉച്ചയാകുമ്പോൾ പോകും. ഞങ്ങളുടെ സാറ് വരും, അവ ഉച്ചയാകുമ്പോഴേക്കും പോകും. നോക്കിക്കോ, വലിയ ഷൂട്ട് കൊണ്ട് വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും പോകും. അവൻ മടുക്കും. ഉച്ചയാകുമ്പോഴേക്കും ആരവിടെ എന്തെങ്കിലും ആവുമോ? ഊണാവും. ആക്ച്വലി ഒരു സിനിമ പൊട്ടുക വിജയിക്കുക എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 60-70 പേർക്ക് സ്ഥിരം ജോലിയാ 10-40 ദിവസം. അപ്പൊ അതൊരു വിജയമാണോ സിനിമയുടെ? പിന്നെ എല്ലാ പുൾസയും പൊട്ടാതെ തന്നെ കിട്ടണം എന്താ വാശി പിടിക്കുന്നത്? പൊട്ടിയാലും പുൾസൈ കഴിച്ചൂടെ? അപ്പൊ ആ പൊട്ടിയ പുൾസൈ എടുത്ത് കഴിച്ചോളൂ. ഈ സാധനം മെറ്റീരിയൽസ് വെച്ചിട്ടാണല്ലോ. ഒരു മോശം സിനിമ ഉണ്ടാവാതെ ഇവിടെ നല്ല അല്ലെങ്കിൽ റിവ്യൂ ഇടുന്ന മച്ചന്മാരുണ്ടാവില്ലല്ലോ. പടം എല്ലാം ഹിറ്റാണെങ്കിൽ ഇവർക്ക് ഹിറ്റാവാൻ പറ്റില്ല. ഒരു മോശം പടം അവർക്ക് ഹിറ്റാവാനെങ്കിലും ഉപകരിക്കുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് കുറ്റം പറയാനാണെങ്കിലും ഞങ്ങളുണ്ടല്ലോ. ബാക്കി പറയണ പോലെ ഒരാളെങ്കിലും കഞ്ഞി കുടിക്കും.
തല്ലി കുടിക്കുന്ന കഞ്ഞി കുടിക്കുമെന്ന്. കഞ്ഞി ഒരാൾ മാത്രമല്ലല്ലോ മച്ചാനെ കുടിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട്. അതിനായിട്ടെങ്കിലും അത് ഉപകരിക്കപ്പെടുന്നുണ്ടല്ലോ. അതെ അതെ. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അതിന്റെ മെറ്റീരിയൽ തന്നെയല്ലേ പിന്നെ അങ്ങോട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതെ അതെ അല്ലേ? അതെ അതെ. അതെ അതെ ഞാൻ അതെ അതെ കംപ്ലീറ്റ് പറഞ്ഞു വരുന്നത് പൊട്ടിയ പുൾസായി എങ്ങനെ കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കാം എന്നുള്ളതല്ലേ? അല്ലല്ല. അല്ല, പൊട്ടിയ പപ്പടം എങ്ങനെ കഴിപ്പിക്കാം എന്നുള്ളതല്ലേ? ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാര്. അതെ. ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് അല്ലേ? അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല. അവരവരുടെ ജീവിതം അതാത് രീതിയിൽ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അനുഭവിച്ചും സന്തോഷിച്ചും ഇങ്ങനെ പോകുന്നുണ്ട് മച്ചാനെ. അറിയുന്ന എല്ലാവരെയും നമ്മൾ എല്ലാ ദിവസവും കൊണ്ടു നടക്കുമോ? ഇല്ലല്ലോ. ഏത് പാർട്ട്ണറിനെ പോലും നമ്മൾ കൂടെ കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുമിച്ചല്ലല്ലോ ഈ ഷിപ്പിൽ കയറി വന്നത്. അപ്പോൾ ഒരുമിച്ചും അല്ല തിരിച്ചു പോകേണ്ടതും അല്ലേ? ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അതുകൊണ്ടല്ലേ ക്രിസ്മസ് വേറെ റംസാൻ വേറെ അല്ലേ? അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാതും കൂടി ഒരു ഒറ്റ ദിവസമാക്കിയാൽ മതിയായിരുന്നില്ലേ? നമുക്കെല്ലാം ബർത്ത്ഡേ ഡേറ്റ് വേറെ വേറെ ഡേറ്റ്സ് അല്ലേ? അല്ല, ഇപ്പോൾ ഈ ഡെർബിയിലാണെങ്കിലും ഇപ്പോൾ നായിക എന്നുള്ളതിലുപരി ആ മറിയ എന്നുള്ള ഒരു ക്യാരക്ടറിന് ഫ്രം ദ ബിഗിനിങ് തൊട്ട് അവസാനം വരെ പല ഇമോഷനിൽ പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സാണ് നോക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ നായിക മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. നായകനും ചെയ്യും. എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഇപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെ അറിയുമെങ്കിൽ അത് ജസ്നിയ ജയതീഷ് ആയിട്ടാണ് അറിയുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അയ്യപ്പനാണോ അത് തീരുമാനിച്ചു? അതുവരെ നമ്മുടെ സാനിയയുടെ പേര് കൺഫേം ആയാ? ഏതാണ് ഇപ്പോൾ പറഞ്ഞത്? അയ്യപ്പനാ ഇപ്പനാ കൺഫേം ആയാ? എന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നാളെ മോർണിംഗ് ആണ് ഹെലികോപ്റ്റർ ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നൈറ്റ് നമ്മുടെ ക്യാമറ ടീമിൽ ഒരാൾ ഒരു ആക്സിഡൻറ്റിൽ മരിക്കണ്ടായി. ഓൾറെഡി നമ്മൾ ഹെലികോപ്റ്ററിന് നമ്മൾ ക്യാഷും എല്ലാം കൊടുത്തൊക്കെ സെറ്റ് ആയി. അവരാണെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ യൂണിറ്റ് ഒന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏർലി മോർണിംഗ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ച് കോളേജിൽ അന്ന് ഹെലികോപ്റ്റർ പെട്ടെന്ന് പെർമിഷൻ ഇഷ്യൂ ആയി. അവിടെ അന്ന് സ്റ്റുഡൻസിന് എന്തോ പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏർലി മോർണിംഗ് ഞാനും അബിയേട്ടൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് കൺട്രോളർ വന്നിട്ട് പറഞ്ഞു, ഇത് ഹെലികോപ്റ്റർ ഇവിടെ എത്താനായി, നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ ഞങ്ങൾ ജനലൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളാകെ ടെൻഷനിലായി. കാരണം ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കണം. രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ തേടി നടക്കുകയാണ്. അങ്ങനെ ആ ഹെലികോപ്റ്റർ അവർ ആലുവയിലോ എങ്ങാണ്ട് ഹോൾഡ് ചെയ്തു ഇറക്കിയിട്ട്. പിന്നെ നമുക്ക് ആകെ കിട്ടുന്നത് 3 മണിക്കൂറാണ്. 4 മണിക്ക് തിരിച്ച് ഹെലികോപ്റ്റർ തിരിച്ച് പോകും വേണം. അങ്ങനെ ഒരുപാട് കോളേജുകൾ, ഒരുപാട് സ്ഥലങ്ങൾ ഹെലികോപ്റ്ററേക്കാൾ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ പോയി നോക്കി. അങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോളേജിൽ ഇങ്ങോട്ട് വിളി വന്നു, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നോ, നമുക്ക് ഡെക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളേജിൽ നിന്ന് വിളി വന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കി. നമുക്ക് വെറും 2 മണിക്കൂർ 2 ഹവറിലാണ് അത് 2 ഹവറാണ് നമുക്ക് കിട്ടിയത്. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 മണിക്കൂർ കൂടി കിട്ടി. അബിയേട്ടനെ അതിൽ എത്ര പറയാം, കാരണം നമ്മൾ 2 ക്യാമറ 3 ക്യാമറ വെച്ചിട്ട് പുള്ളി നമ്മൾ ഒരു ദിവസം 2 ദിവസം ചാർട്ട് ചെയ്ത സാധനമാണ്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട്, അതും ഈ 4 മണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്തു. ആർട്ടിസ്റ്റ് എല്ലാവരും, ഇപ്പോൾ അമീനൊക്കെ മാവേലിയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിൽക്കുകയാണ്. ആ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരെല്ലാവരും വെയിലൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സംഭവമായിരുന്നു അത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഫൈറ്റിന്റെ എൻഡ് തീർക്കുന്നതിന് മുമ്പേ ഹെലികോപ്റ്റർ പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ഹെലികോപ്റ്റർ നമ്മുടെ ലീഡ് ചെയ്ത കക്ഷി എങ്ങനെയുണ്ട്? നായകൻ്റെ റോള് പ്രഷറുണ്ടോ? ഒരു പടം റിലീസാവുന്നു, അത് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ എങ്ങനെ തലയിലേക്ക് ടെൻഷനായി വന്നു തുടങ്ങിയ, പ്രഷറായി വന്നു തുടങ്ങിയ? ടെൻഷൻ ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു എന്താ പറയുക, ഒരു നായകൻ. എന്നാലും ഒരു ചെറിയൊരു പ്രഷർ കൂടുതലുണ്ടോ? ഇല്ല, ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് ഷൈൻ ചേട്ടാ. ഇപ്പം അമീനായാലും ഫായിസായാലും ശിവയായാലും ഇവരൊക്കെ ഉണ്ട്. ഡയറക്ടർക്ക് ആണ് കൂടുതൽ ടെൻഷൻ. ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പടം തിയേറ്ററിൽ വന്ന് ആളുകൾ നല്ലത് പറയുന്നുണ്ട്. ഹൗസ്ഫുൾ ഷോസ് ഇതാ ഇപ്പോൾ എന്നെ ഫായ്സ് കാണിച്ചു വന്നു. ഇന്നും ഹൗസ്ഫുൾ ഷോസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നായകൻ പ്രാധാന്യം, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിലുള്ള എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്തോഷം ഷൈൻ ചേട്ടാ, താങ്ക് യു. അതിൽ കോളേജ് ഹോസ്റ്റലായിരുന്നു.
ഇതിലേക്ക് വരുമ്പോൾ കോളേജ് ഫുള്ളുണ്ട്. എങ്ങനെയാണ് അമീൻ ഒരു കോളേജിൻ്റെ ഒരു ക്യാമ്പസ് വൈബ് ഓർമ്മ വന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? അല്ല, എനിക്ക് കോളേജിൽ കുറേ കാലം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. ഈ സിനിമ പരിപാടിയൊക്കെ ആയിട്ട് നേരത്തെ അവിടുത്തെ ഇറങ്ങേണ്ടി വന്നു. അപ്പം അതിനുശേഷം കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പിറകെ നടന്ന് ആദ്യം കിട്ടിയത് ഉജ്ജ്വലൻ, അതിനകത്ത് ജസ്റ്റ് നോർമൽ ക്യാരക്ടറാണ്. പക്ഷേ അതിനുശേഷം പ്രകമ്പനത്തിലോട്ട് വന്നപ്പം അതൊരു കോളേജ് പരിപാടി, അത് തീർത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡെർബിയിലോട്ട് വന്നത്, അതും ഒരു കോളേജ് പരിപാടി. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ പരീക്ഷ എഴുതണ്ട, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ പറ്റുന്ന കോളേജ്. ഒരുപാട് എൻജോയ് ചെയ്ത പടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം. ഞാനും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് ചെയ്യണമെന്ന്. ഏതാ? ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഓക്കെ, ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നെഗറ്റീവ് വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ആൾക്കാർക്ക് പടം വർക്കായില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം ഓക്കെ മൈൻഡ് സെറ്റാക്കി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേ നമ്മളെല്ലാം കുറേ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു, ഞായറാഴ്ച ഉച്ച വരെ. പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് എല്ലാ തിയേറ്ററിലും പോയി ആൾക്കാരുടെ ജെന്യൂൻ റിവ്യൂസ് അറിഞ്ഞു. പടം കണ്ടവരുടെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മൾ പോയി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കെല്ലാം പടം ഭയങ്കര രീതിയിൽ വർക്കായി. അപ്പോൾ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഞാനായാലും ഋഷി ആയാലും ഇന്നലെ വെളുപ്പിന് 2 മണിക്കൊരു വീഡിയോ ഇടുകയും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. ഈ പറഞ്ഞ ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പം ഈ പറഞ്ഞ പടം, നമ്മളെ പടം ഭയങ്കര വലിയ സംഭവം, വലിയ പടങ്ങളോ ആയിട്ട് നമ്മൾ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. ഏത് എൻ്റെ ആണോ? അല്ലല്ല, എൻ്റെ. ഓക്കെ, നമ്മുടെ പടം ഭയങ്കര വേറെ വലിയ പടങ്ങളുമായിട്ട് കമ്പയറോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു ചെറിയ പടമുണ്ട്. ഈ വീഡിയോ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരായ്മകളുണ്ട്. പക്ഷേ ഈ വരുന്ന നെഗറ്റീവിനനുസരിച്ചുള്ള നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ചുള്ള നെഗറ്റീവ് നമ്മുടെ പടത്തിലില്ല. സോ ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആൾക്കാർ അറിയിക്കുക. ഒരിക്കലും ഇല്ല. മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ലാലേട്ടനാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അനുകരിക്കാറില്ല. ഇല്ലില്ല, ഞാൻ മിമിക്രി ചെയ്യാറില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്, ഒരിക്കലും അനുകരിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് വരില്ല. എന്താ മോനെ? അപ്പം എല്ലാവരും പടം കാണാം. ഇതിനകത്ത് ഷൈൻ ചേട്ടനെ വെച്ച് ബാക്കി ആരും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടിച്ച് താക്കരുത്. അത് നമ്മളിപ്പോൾ വീഡിയോസ് കോമഡി ചെയ്താലേ ആൾക്കാർക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മിനിറ്റ് വീഡിയോസിൽ നമ്മളൊരു സീരിയസ് മാറ്റർ അവതരിപ്പിക്കാൻ നിന്നാൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മളെപ്പോഴും കോമഡി സാധനം നമുക്ക് വീഡിയോസ് പരമായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഈ പറഞ്ഞ സിനിമയിൽ വരാനുള്ള എല്ലാവരുടെയും ആഗ്രഹം ഒരു നായകനാവുക എന്നുള്ളതാണ്. അപ്പം എല്ലാ പരിപാടി ഇപ്പം ഡെർബിക്കകത്ത് ഇപ്പം സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഇങ്ങനത്തുള്ള പടങ്ങൾ വരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സിനിമയിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ച് ചാൻസ് ചോദിച്ച്, അതുപോലെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് ഓരോ ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിച്ചു. അങ്ങനെ സിനിമ അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ലൈഫിൽ ഇത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിനിമയിൽ എങ്ങനെ എത്താം എന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം സിനിമയിൽ ആരും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി. ആ ചെയ്ത ഷോർട്ട് ഫിലിംസ് കൊണ്ട് ഓരോ ഡയറക്ടേഴ്സിനെ ലൊക്കേഷൻസിൽ പോയി കാണിച്ചു തുടങ്ങി. അങ്ങനെ നമ്പർ വാങ്ങിച്ച് അയച്ച് വീട്ടിൽ 2021 വീട്ടിൽ കള്ളം പറഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒന്ന് താമസമാക്കി 1 വർഷത്തോളം. കാരണം വീട്ടിലറിയില്ല ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോഴും ആ 2021 കാലഘട്ടം മുഴുവൻ ഈ പറയുന്ന പോലെ ചാൻസ് അന്വേഷിച്ച് നടക്കുക, ആളുകളെ പോയി കാണുക, നെറ്റ്വർക്കിംഗ് പരിപാടി, ഇത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 2019 ഞാൻ മിഥുൻ മാനുവൽ തോമസിനെ കണ്ട അന്ന് ചാൻസ് ചോദിച്ചു. അതിന് ശേഷം പിന്നെ ഒരു പ്രോസസ്സ്, അതിന് ശേഷം ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് 2023 എന്നെ ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ മമ്മൂക്കാട് ചെറുപ്പകാലമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ. കാരണം അത്രത്തോളം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, ഒരുപോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് ആളുകളുടെ മുമ്പിൽ ഫേക്ക് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പിടുത്തം കിട്ടണം. മമ്മൂക്ക എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും എന്നൊക്കെ എല്ലാം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പാടാണ്. അപ്പോൾ
ഉറപ്പായിട്ടും ഓസ്ലർ ടീമിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയ്ക്ക് ശേഷം പറയുന്ന പോലെ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് മുകളിൽ എനിക്ക് നമ്മുടെ ആളുകൾ എന്നെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നിട്ടില്ല. ഉണ്ടായിരുന്നു. അല്ല, ഒരു ഡെയിലി ഷൂട്ട് ഉണ്ടായിരുന്നു കുറേയൊക്കെ. നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് ഷൂട്ടില്ലാത്ത ദിവസമാണെങ്കിൽ തന്നെ മമ്മൂക്കയുടെ ഇത് കാണാൻ വേണ്ടി അവിടെ പോയി നിൽക്കും ഞങ്ങൾ. അപ്പോൾ നമുക്ക് ചോദിക്കും, നിനക്കൊന്നും ഷൂട്ടില്ലോ പോടാ എന്നിട്ട് പിടിച്ചു നിർത്തി അടുത്തിരുത്തി ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി തരും അങ്ങനെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ ഒരുപാട് മുകളിൽ എനിക്ക് സ്നേഹം കിട്ടി ആ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട്. ഇപ്പോഴും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ പേരറിയില്ലെങ്കിൽ പോലും ഓസ്ലർ അല്ലേ അലക്സാണ്ടർ അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡെർബിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഡെർബിയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. കഥ കേട്ടു. എനിക്ക് ഈ പറയുന്ന പോലെ ലാർജ് ദാൻ ലൈഫ് മൂവീസ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പോൾ 10 പേര് ഇടിച്ചിടുക എന്നൊക്കെയുള്ള റിയൽ ലൈഫിൽ നടക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ അട്രാക്റ്റഡായി. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് പടം ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. സജിൽക്ക, താങ്ക് യു. 1000 പേര് മോശം പറഞ്ഞാൽ നമ്മൾ മോശമാവോ? അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എത്ര പേര് നല്ലതെന്ന് പറഞ്ഞാലും ഞാൻ നല്ലതാവില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് മുന്നോട്ട് പോവാം. അതെ, അപ്പൊ ഡെർബി കാണാത്തവർ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റിക്വസ്റ്റ് ചെയ്യുക കാണാൻ. ഡെർബി എല്ലാവരും കണ്ടാ? പടം കണ്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പോൾ കാണാത്തോല് കാണാം. ഇനിയും ഞങ്ങളെ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.